അപ്പോൾ നമ്മൾ രസത്തിൻ്റെ ഒപ്പം ഒരു വറവ് ഉണ്ടാക്കി എന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ ഇത്. അപ്പോൾ ചേന നമ്മൾ ഒന്ന് വേവിച്ചെടുക്കുക. അതിൽ നമ്മൾ ഉപ്പ് ചേർക്കാതെയാണ് വേവിച്ചത്. നമ്മൾ ഉപ്പ് ചേർക്കുന്നത് മസാലയിലാണ് കേട്ടോ. അങ്ങനെ നമ്മളത് എല്ലാം കൂടി മസാല എല്ലാതും കൂടി ചേനയും കൂടി വെച്ച് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിത് ഇവിടെ എല്ലാതും തയ്യാറാക്കി വെച്ച് ഞാൻ ഷോപ്പിലൊക്കെ പോയി വന്ന് പിന്നെ ഊണ് കഴിക്കേണ്ട നേരത്താണ് ഞാനിത് വറുത്തത്. അപ്പോഴേക്കും അത് നല്ല സോഫ്റ്റായി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇതിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒഴിച്ച ഓയിൽ അതേപോലെ തന്നെ അതിലുണ്ടാവും. എന്ന് വെച്ചാൽ അതധികം ഓയിലൊന്നും കുടിക്കില്ല. നിങ്ങൾ ചേന വാങ്ങിച്ച് ഇതേപോലെ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മൾ ചേനക്കറി വയ്ക്കൽ കുറയ്ക്കും. ഇത് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുക. പിന്നെ അത് ചായയിലേക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെയൊന്ന് ഉണ്ടാക്കി ഇതിൻ്റെ രുചിയൊന്ന് ആസ്വദിക്കണം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.